മേട്രിക്സ്. നമ്മൾ എന്ത് കാണണം, നമ്മൾ എന്ത് കേൾക്കണം, നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കരിയർ എന്ത് ചൂസ് ചെയ്യണം, നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കണം, ഇതൊക്കെ ഇപ്പോൾ നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ഈ കൺട്രോള് വേറെ ആരുടെയോ കയ്യിലാണ്. ഇവരെയാണ് സത്യത്തിൽ ഈ മേട്രിക്സ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ മേട്രിക്സ് ഉണ്ടോ അതോ ഇല്ലേ? നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നാമത്തെ കാര്യം മേട്രിക്സ് ഉണ്ട്, രണ്ടാമത്തെ കാര്യം മേട്രിക്സ് ഇല്ല. ആദ്യം നമുക്ക് മേട്രിക്സ് ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ മേട്രിക്സ് ഉണ്ടെന്ന് തന്നെ അസ്യൂം ചെയ്യാം. ഈ മേട്രിക്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട എന്തുവാ? അവർക്ക് വേണ്ടത് അൾട്ടിമേറ്റ് കൺട്രോൾ തന്നെയാണ്. ഈ ലോകത്തിന്റെ അൾട്ടിമേറ്റ് കൺട്രോൾ അവരുടെ കയ്യിലാവണം. അതാണ് അവരുടെ ലക്ഷ്യം. അതിലേക്കാണ് അവരിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ഓർത്തെ, ഈ പൈസ എന്ന് പറയാൻ സാധനം ഇത് സത്യത്തിൽ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതല്ല. ഇത് ഗവൺമെന്റ് പ്രിന്റ് ചെയ്യുന്ന സാധനമാണ്. ഇത് ഗവൺമെന്റിന് എത്ര വേണേലും പ്രിന്റ് ചെയ്യാം, ഒരു ലിമിറ്റും ഇല്ലാണ്ട് പ്രിന്റ് ചെയ്യാം. കോവിഡ് സമയത്തൊക്കെ നമ്മളത് കണ്ട്, US-ലും നമ്മുടെ പല രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു അവർ അൺലിമിറ്റഡ് ആയിട്ട് പൈസ പ്രിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിംബാബ്വേയിലൊക്കെ അൺലിമിറ്റഡ് ആയി പൈസ പ്രിന്റ് ചെയ്ത് അവര് ഭയങ്കര നാശനഷ്ടത്തിലേക്ക് പോയിട്ടുണ്ട്, ഇൻഫ്ലേഷൻ ഒക്കെ കയറി. അപ്പം പൈസയല്ല അവരുടെ പ്രശ്നം. ഞാനിത് ഗവൺമെന്റാന്ന് പറയുന്നില്ല ഈ മേട്രിക്സ്, പക്ഷെ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് സത്യത്തിൽ മേട്രിക്സ്. അവര് പറയുന്ന ഗവൺമെന്റ് കേൾക്കും. മണി പ്രിന്റ് ചെയ്യാൻ പറയുമ്പോൾ ഗവൺമെന്റ് മണി പ്രിന്റ് ചെയ്യും. മണി പ്രിന്റ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് മണി പ്രിന്റ് ചെയ്യത്തില്ല. അത്രയും പവർഫുൾ ആണ് അവര്. ബിഗ് കോർപ്പറേഷൻസ്, പൊളിറ്റീഷ്യൻസ്, ബ്യൂറോക്രാറ്റ്സ്, ഇവരെല്ലാം ഇവരുടെ പാവകളാണ്. അപ്പം അതിൽ നിന്ന് പൈസയല്ല ഇവരുടെ എയിം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്തുവാണ്? പിന്നെ അൾട്ടിമേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് കൺട്രോൾ തന്നെയാണ് അവർക്ക് വേണ്ടത്. ഈ കൺട്രോൾ എന്തൊക്കെ ഉൾപ്പെടും? ഒന്നോർത്തെ, പണ്ട് ഇവരെങ്ങനെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ എന്ത് കഴിക്കും അതിനെയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ എന്തോരം ടാക്സ് കൊടുക്കുന്നത്, നമ്മളെ 95 വർക്ക് ചെയ്ത് പിടിച്ചിരുത്താൻ ഉള്ള ഒരു ഇത്, ആ ഒരു സിസ്റ്റം. പണ്ടൊക്കെ ഈ സ്ലേവറി ഉണ്ടായിരുന്നു പണ്ടത്തെ സമയത്ത്. ഇപ്പൊ സ്ലേവറി ഇല്ല. സ്ലേവറി ഇല്ല എന്നാണ് നമ്മൾ വിചാരിച്ചത്, പക്ഷെ സ്ലേവറി ഉണ്ട്. എങ്ങനെയാ? 95 എന്ന ജോബിന്റെ രൂപത്തിൽ സ്ലേവറി ഉണ്ട്. അന്നത്തെ കാലത്ത് ആളുകളെ സ്ലേവ് ആക്കിക്കൊണ്ടും അവരെന്ത് കഴിക്കുന്നതും അവരെന്ത് കാണുന്നതും എന്നതിലാണ് ഇവർക്ക് കൺട്രോൾ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആളുകൾ എന്ത് ചിന്തിക്കുന്നു, അവരെന്ത് ചെയ്യണം, അവരെന്ത് ഡിസിഷൻ എടുക്കണം, ഇത് എല്ലാത്തിലും ഭയങ്കര കൺട്രോൾ ഉണ്ട് ഈ മാട്രിക്സിന്. നമ്മൾ ഫുഡ് ഇൻഡസ്ട്രി എന്ന് എടുത്തേ, ഈ ലോകത്തെ എല്ലാ വലിയ ഫുഡ് കമ്പനീസ് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം ഒന്ന് ഓർത്തേ, അതിനെല്ലാത്തിനെയും ഓൺ ചെയ്യുന്നത് കുറച്ച് കമ്പനീസാണ്. ഈ പെപ്സിക്കോ, കൊക്കക്കോള കോർപ്പറേഷൻസ്, അങ്ങനെയുള്ള മെക്ഡൊണാൾഡ്സ്, അങ്ങനെയുള്ള കുറച്ച് കമ്പനീസ് മാത്രമാണ് ഈ ലോകത്തെ വലിയ ബ്രാൻഡ്സിനെയൊക്കെ ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വിരലിൽ എണ്ണാവുന്ന ഈ വലിയ കോർപ്പറേഷൻസ് എന്ത് പറഞ്ഞാലും ഇവ ചെയ്യും. ഫുഡ് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കും. ഫുഡിൽ ഇത്ര ചീസ് മതി എന്ന് പറഞ്ഞാൽ അത്ര ചീസ് കൊടുക്കും. ഷുഗറിന്റെ അളവ് ഇതിന് പകരം ഇത് കൊടുക്കാൻ പറഞ്ഞാൽ അവർ അതും ചെയ്യും. ഇനി അതും പോട്ട്, എന്തെങ്കിലും ഒരു കെമിക്കൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ, ഒരു ഇൻവിസിബിൾ കെമിക്കൽ ആഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ, ഇൻവിസിബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്തെങ്കിലും രീതിയിൽ ആരും പിടിക്കാൻ പറ്റാത്ത കെമിക്കൽ ഇന്ന പീരീഡിലേക്ക് ഇന്ന വരെ ആളുകൾക്ക് ആ ബ്രാൻഡിലൂടെ കൊടുക്കാന്ന് വെച്ചാൽ അതും അവർ കൊടുക്കും. കാരണം ഈ വലിയ കോർപ്പറേഷൻസ് പറയാനേ അവർക്ക് അനുസരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അനുസരിച്ചില്ലെങ്കിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുക്കും, ഇവരുടെ ഫണ്ടിങ് ക്യാൻസൽ ചെയ്യും, ആ കമ്പനി അങ്ങ് ബാങ്ക്രപ്റ്റ് ആവും. പിന്നെ ഇവരെല്ലാം പിടിച്ചു നിർത്തിയിരിക്കുന്നത് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഈ കോമ്പറ്റീഷൻ കാരണം ഇവര് ഈ വലിയ കോർപ്പറേഷൻസ് പറയുന്നത് കേൾക്കാണ്ടിരിക്കത്തില്ല. കാരണം അതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പ്രിന്റ് ചെയ്ത സോക്കോൾഡ് മണി ഇവരുടെ കയ്യിലേക്ക് വരുന്നത്. നമ്മൾ ലോകത്തിന്റെ ഏത് കോർണറിൽ പോയാലും മതി, ഒന്നും വേണ്ട, നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലും നമ്മുടെ പരിസരത്തൊക്കെ നമ്മൾ പോയാൽ ഒരു ഹെൽത്തി ഫുഡ് കിട്ടുന്ന സ്ഥലം എത്രയുണ്ട്? വളരെ കുറവാണ്. കാരണം അങ്ങനെ ഒരു ക്രേവിങ്സ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമ്മളെന്ന് എല്ലാവരും നോക്കിയാൽ മതി, എല്ലാവരും അൺഹെൽത്തിയാണ്. ഒരു 95% ആളുകളും അൺഹെൽത്തിയാണ്. എല്ലാവർക്കും അധികം സൈസ് ഒന്നും ഇല്ല, പക്ഷെ വയറ് നന്നായിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ബോഡി സ്റ്റാൻഡേർഡ്. ഒരു 95% ആളുകൾ ഇപ്പൊ ഇങ്ങനെയാണ്. ഇതിന് മെയിനായിട്ട് കാരണം അവരുടെ ഡയറ്റ് തന്നെയാണ്. കുറച്ച് പേരുടെ ഒരു റിസർച്ചിൽ നിന്ന് അറിയാൻ സാധിച്ചത്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനിൽ പറയുന്ന ഒരു 80% ആളുകളും പെപ്സി, കൊക്കക്കോള, മിറാൻഡ അങ്ങനത്തെ പോലത്തെ ഡ്രിങ്ക്സ് മേടിച്ചുകൊണ്ടാണ് ട്രെയിനിൽ കയറുന്നത്. അതിന് ഇന്ന പ്രായമൊന്നുമില്ല. 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ഉള്ളവരും ഇത് മേടിച്ചുകൊണ്ട് കയറുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഷുഗർ ഒരു ലഹരിയാണ്. ആ ലഹരിയാണ് സത്യത്തിൽ ഫുഡ് കോർപ്പറേഷൻസിന്റെ ഒരു ബേസിക്സ് എന്ന് പറയാം. ഷുഗർ മാത്രമല്ല, ഹൈ കാർബോഹൈഡ്രേറ്റ്സ് ഡയറ്റും ഓയിലി ആയിട്ടുള്ള ഫുഡും ഇതിന്റെ ഒരു ബേസ് ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, നല്ല
കാർബോഹൈഡ്രേറ്റ്സ്, ഹൈ കാർബും ഷുഗറും, ഇത് രണ്ടുമാണ് സത്യത്തിൽ ഈ ലോകത്തിലെ ഫുഡ് കോർപ്പറേഷൻസ്, മേജർ ഫുഡ് കോർപ്പറേഷൻസിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഇത് രണ്ടും ആളുകൾ നിർത്തിയ ഈ ലോകത്തെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫുഡ് കോർപ്പറേഷൻസ് എല്ലാം വീഴും. ഇത് മറ്റേതുപോലെ സിഗരറ്റ് ഗവൺമെന്റ് അറിഞ്ഞു തന്നെ വിൽക്കുന്നത്, പക്ഷെ ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് സിഗരറ്റ് മേടിക്കില്ലെന്ന്. പിന്നെ എന്തിനാ ഗവൺമെന്റ് സിഗരറ്റ് വിൽക്കാൻ സമ്മതിക്കുന്നത്? അതുപോലെ തന്നെയാണ് ഇതും. എന്നിട്ട് ഈ ഫുഡ് കോർപ്പറേഷൻസ് കാരണം ആളുകൾ അൺഹെൽത്തിയാണ്. ആളുകൾ അൺഹെൽത്തി ആയാൽ അവരെവിടെയാണ് ചെല്ലുന്നത്? അവർ ഹോസ്പിറ്റലിൽ ചെല്ലും. ഹോസ്പിറ്റലിൽ ഡോക്ടറിന് ചെല്ലുമ്പോൾ ഡോക്ടർ എന്ത് പറയുന്നത്? ഈ ഫാർമ കമ്പനീസിന്റെ മരുന്നുകൾ അവരെ കൊണ്ട് മേടിപ്പിക്കും. അങ്ങനെ ഈ ഫാർമ കമ്പനീസും റിച്ച് ആവും, അതുപോലെ തന്നെ ഈ ഫുഡ് ഇൻഡസ്ട്രിയും റിച്ച് ആവും. ഈ ഫാർമ കമ്പനീസ് റിച്ച് ആവുന്ന കൂട്ടത്തിൽ തന്നെ ഒരു സ്ഥിരം കസ്റ്റമറും ആവും ഈ പേഷ്യന്റ്. കാരണം ഒരു മരുന്ന് കഴിക്കുമ്പം ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് മാറാൻ വേറെ മരുന്ന്, അങ്ങനെ ജീവിതകാലം മൊത്തം ഈ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകും. പിന്നീട് ഈ മരുന്നിന്റെ ആവശ്യം ബോഡിക്ക് ഇല്ലെങ്കിൽ പോലും ഈ മരുന്ന് കറക്റ്റ് സമയത്ത് ബോഡി ചെല്ലാത്തത് കൊണ്ട് പേഷ്യന്റിന് എന്തെങ്കിലുമൊക്കെ ഭ്രാന്ത് പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് പേഷ്യന്റ് വീണ്ടും ആ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡോക്ടർ അതുപോലെ തന്നെ ആ മരുന്ന് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ സത്യത്തിൽ ഈ സിസ്റ്റം വർക്കാവുന്നത്. ഇനി അതും പോരാത്തതിന് ഇത് രണ്ടും കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ സിനിമയിലും ഈ സീരീസിലും മറ്റ് കാര്യങ്ങളിലും ഈ സിഗരറ്റും ഡ്രിങ്കിങ്ങും പ്രൊമോട്ട് ചെയ്യും. അത് കണ്ട ആളുകൾ ലഹരിയായി വീണ്ടും ഈ സിഗരറ്റും ഡ്രിങ്കിങ്ങും നിർത്തിയ ആളുകൾ തന്നെ അതിലേക്ക് തിരിച്ചു വരും. അപ്പൊ വീണ്ടും ഈ ഫാർമ കമ്പനീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയും ഫുഡ് ഇൻഡസ്ട്രിയും ഇതെല്ലാം അങ്ങോട്ടേക്ക് വീണ്ടും ആളെ വിടുകയാണ്. ഇതെല്ലാം ഒരു വിൻ 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 സിറ്റുവേഷൻ ആണ്. ഇതെല്ലാം ജയിക്കുന്നുണ്ട്, ജനങ്ങളൊഴിച്ച് ബാക്കി എല്ലാം ജയിക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളൊഴിച്ച് ബാക്കി എല്ലാം ജയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു കുറെ കാലം പൊക്കോണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇതിനേലും ഏറ്റവും വലിയ സംഭവം വന്നിട്ടുണ്ട്. അതാണ് ഈ സോഷ്യൽ മീഡിയ. നമ്മൾ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, ഇതെല്ലാം അതിൽപ്പെടും. സോഷ്യൽ മീഡിയ ലോകത്ത് കുറെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുരുക്കം ചില കമ്പനീസ് ആണ് നേരത്തെ ഫുഡ് ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ഇപ്പൊ മീറ്റ് തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും, അങ്ങനെ കുറെ ഉണ്ട്. നമുക്ക് അറിഞ്ഞ കുറെ സാധനങ്ങൾ അവർ ഓൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളും എല്ലാം. ഇവരാണ് ഇപ്പം ഡേറ്റ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഡേറ്റ കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് ഇപ്പം ലോകം കൺട്രോൾ ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ മേട്രിക്സിന് ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഈ സോഷ്യൽ മീഡിയസ് എല്ലാം ഓൺ ചെയ്യുന്നത് എവിടെയാ? അമേരിക്കൻ കമ്പനീസാണ് മെയിനായിട്ട്. ഈ അമേരിക്കൻ ബിഗ് കോർപ്പറേഷൻസ്, ഈ സോഷ്യൽ മീഡിയ കമ്പനീസ് എല്ലാം ആൻസർ ചെയ്യേണ്ടത് എവിടെയാണ്? അവിടുത്തെ CIAയും വലിയ വലിയ പെന്റഗണും അവരുമൊക്കെ ഇട്ടാണ് ഇവർ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ പെന്റഗണും CIA വിചാരിച്ച് ഒറ്റയടിക്ക് മീറ്റ, ഫേസ്ബുക്ക് എല്ലാത്തിനും ക്ലോസ് ചെയ്യാൻ പറ്റും. ഇവരുടെ ബിസിനസ് കച്ചവടം അടിച്ചു പൂട്ടാൻ പറ്റും. അപ്പം ഇവർ കച്ചവടം പൂട്ടാണ്ടിരിക്കാൻ എന്തോ ചെയ്യുന്നത്? ഇതിന് തെളിവുണ്ട്. നമ്മൾ പഴയ കുറെ വീഡിയോസ് കണ്ടാൽ മതി. ഈ മാർക്ക് സക്കർബർഗ് ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും കുറെ കേൾക്കാണ്ട് വരുമ്പോൾ അയാളെ കുറെ കാര്യങ്ങൾ പ്രശ്നമാക്കി, കുറെ കാര്യങ്ങൾ പെടുത്തി അയാൾ കോടതിയിൽ പോയി കുറെ സംസാരിക്കുന്നത് ഇത് തന്നെ ആപ്പിളും ഫേസ് ചെയ്യുന്നുണ്ട്, ഗൂഗിളും ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ കമ്പനീസ് ഒക്കെ അവിടെ ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. ഈ സുന്ദർ പിച്ചായൊക്കെ മിക്കപ്പോഴും അവരുടെ കോർട്ടിലൊക്കെ ഇപ്പോഴും കയറുന്നുണ്ട് കുറെ കാര്യത്തിന്. അപ്പം അങ്ങനെ എപ്പോഴും കയറുമ്പോൾ എപ്പോഴും രക്ഷോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഇവർ രക്ഷോട്ട് പോകുന്നത് ഈ ഗവൺമെന്റോട്ട് ചില ഡീൽസിനാണ്. ഈ ഡീൽസ് എന്തായിരിക്കും? ഈ ഡേറ്റയാണ്. നിങ്ങൾക്ക് നമ്മളെല്ലാ സപ്പോർട്ടും തരാം, പക്ഷെ നിങ്ങളുടെ ഡേറ്റ നമുക്ക് വേണം. നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതിന് തെളിവുണ്ട്. മാർക്ക് സക്കർബർഗ് വരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സമ്മതിച്ചിട്ടുണ്ട് ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ അവരെ പ്രഷറൈസ് ചെയ്തെന്ന്, വാക്സിന്റെ കാര്യത്തിനും വേറെ കുറെ കാര്യമൊക്കെ മാറ്റിവെക്കാൻ, ചില കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ. അപ്പോൾ ഒന്ന് ഓർത്ത നിങ്ങൾ അതിന്റെ ഡെപ്ത് എന്തുവാന്ന്. ഇതൊരു റിയാലിറ്റി ആയിട്ട് വരികയാണ്. നിങ്ങൾ സ്നോഡ് എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാരണം അതിൽ പക്കയായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം അതിനെനിക്ക് ടൈമില്ല കുറെ പറയാൻ. പക്ഷെ നല്ലൊരു ഫിലിമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡിനേക്കാളും എന്തെങ്കിലും ലഹരിയെക്കാളും നമ്മളെ രോഗിയാക്കുന്നതും അതിനേക്കാളും ഒക്കെ ഏറ്റവും വലുത് സത്യത്തിൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. ഗവൺമെന്റിന് സുഖമാണ്, ഇതെല്ലാത്തിനും നേരത്തെ കൺട്രോൾ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിലും കൂടി കൺട്രോൾ ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിലും വരെ. നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നത് എന്തുവാ? വല്ലവരും കാനഡയിൽ കിടന്ന് ആഘോഷിക്കുന്നതും സത്യത്തിൽ അവരുടെ റിയാലിറ്റി നോക്കി അവരുടെ ലൈഫ് അങ്ങനെയല്ല. അവർ ആ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചിരിക്കുന്ന ഫേസ് ഇടും, എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് പോയിട്ട് അവർ കഷ്ടപ്പെട്ട് ജീവിക്കുകയോ ചെയ്യുന്നത്, നല്ല സ്ട്രഗിൾ എടുത്ത് ജീവിക്കുകയോ ചെയ്യുന്നത് ഈ UK കാനഡയിലൊക്കെ പോകുന്ന ആളുകൾ. എന്നിട്ട് അവർ ചിരിക്കുന്ന ഫോട്ടോയും നല്ല ഇപ്പം ന്യൂയോർക്കിൽ പോകുന്നതും ഓൺടാറിയോയിൽ ഇരിക്കുന്നതും അതെല്ലാം ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവരുടെ ലൈഫൊക്കെ എപ്പോഴും ഇങ്ങനെയാണ്, പക്കയാണ്, എനിക്കും എങ്ങനെയെങ്കിലും അവിടെ പോകണം, എന്ത് ഇല്ലാത്ത പൈസ മുടക്കി അവിടെ പോകും, എന്ത് ഇവരെ പോലെ ആ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ പറ്റാണ്ട് പണി ചെയ്യും. അങ്ങനെ
കുറെ പ്രശ്നമാകും. അപ്പം മനസ്സിലാകും അതല്ല റിയാലിറ്റി എന്ന്. അപ്പം അവരും അതേ ട്രെൻഡ് ഫോളോ ചെയ്യും. വീണ്ടും അത് കണ്ട് വീണ്ടും ആളുകൾ കുറെ വരും. ഞാൻ പുറത്ത് പോകണ്ട എന്നൊന്നുമല്ല പറയുന്നത്. നല്ല ജോബും നല്ല ഓപ്പർച്യൂണിറ്റീസും കിട്ടിയാൽ എന്തായാലും പോകണം. പിന്നെ ഈ റീൽസും ഷോർട്സിലും ഇത് രണ്ടുമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. ഇത് രണ്ടും നമ്മൾ ഓരോ ഫീഡ് ഇങ്ങനെ കണ്ട് നോക്കി, അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ഡേറ്റ കയറി, വീണ്ടും ഒരു ഫീഡ് കണ്ട് വേറൊരു ഡേറ്റ കയറി, അങ്ങനെ അങ്ങനെ ഈ AI, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ AI പുറകിൽ നിൽക്കുന്നത് ഈ മേട്രിക്സ് ആണ്. ഈ മേട്രിക്സ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മേട്രിക്സ് ഓക്കെ, ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കണ്ടാൽ മതി, ഇന്ത്യയിലെ ഈ പാർട്ടിലുള്ള ആളുകൾ ഇത് കാണണം, അവരുടെ മൈൻഡ് ഇങ്ങനെ ആവണം, അപ്പൊ അവര് കുറെ ഫുഡ് കഴിക്കാൻ തീരുമാനിക്കും. ഇപ്പം അതിന് വേണ്ടിയിട്ട്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ കമ്പനി നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, അവർക്ക് ഇത്ര പൈസ കൊടുക്കാം. അപ്പൊ അവര് പൈസ കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിനിമ ഇറക്കും. അപ്പം അതും ഈ സ്റ്റോറിയും കൂടി ആകുമ്പം ആളുകൾക്ക് കുറെ കണക്ട് ആവും. അത് കൊണ്ട് വീണ്ടും കുറെ സ്റ്റോറീസ് ഉണ്ടാക്കും. അങ്ങനെ ആളുകൾ ഇതിന്റെ പുറകെ നന്നായിട്ട് പോകും. ഇതാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പ്രശ്നം കാണിച്ച ആളുകൾ ഇറങ്ങും, വഴിയിലിറങ്ങി സമരം ചെയ്യും, ഗവൺമെന്റിനെതിരെ വലിച്ചെറിയും, തീ കത്തിക്കും, അങ്ങനെ എല്ലാം ചെയ്യും. കാരണം ഇതൊക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മെന്നാണ്. പണ്ട് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന മെന്നാണ്. ഇപ്പൊ പക്ഷെ അതൊക്കെ കുറഞ്ഞു. കാരണം എന്താ കുറയാൻ? മെന്ന് പഴയ പോലെ അല്ല. അവരുടെ ടെസ്റ്റോസ്റ്ററോൺ ലെവല് പണ്ടത്തെ ആളുകളെ അപേക്ഷിച്ച് ഇപ്പം വളരെ കുറവാണ്. ഈ ടെസ്റ്റോസ്റ്ററോൺ ലെവല് മെന്നിൽ കുറഞ്ഞ എന്താ സംഭവിക്കുന്നത്? അവര് ഈ റിബലൊന്നും ആവത്തില്ല. അവര് ഗവൺമെന്റ് എന്ത് പറയുന്നു, ഓഹോ ശരി, അങ്ങനെ അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ ഇരിക്കും. അവര് ഗവൺമെന്റ് പറയുന്ന അതേപോലെ അനുസരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തെ, ഒരു സമൂഹം ഗവൺമെന്റ് പറയുന്ന പോലെ അതേപോലെ അനുസരിക്കുകയാണെങ്കിൽ അതല്ലേ ഏത് ഗവൺമെന്റിനും ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ ഫുൾ കൺട്രോൾ ആയില്ലേ? ഈ മെന്നിന്റെ ഇടയിൽ ടെസ്റ്റോസ്റ്ററോൺ കയറുമ്പോൾ അവർ റിബൽ ചെയ്യും. അവരൊരു കൂട്ടമായിട്ട് വന്ന് റിബൽ ചെയ്ത് ഇതിനെതിരെ പോരാടി വീണ്ടും പുതിയ ലീഡർഷിപ്പ് വരും. അതുകൊണ്ട് മെന്നിനെ വീക്കാക്കാനും പിന്നെ വുമണിനെ വീക്കാക്കാനും ഈ LGBTQ പോലത്തെ ഈ ട്രെൻഡൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് കയറ്റി. അതുകൊണ്ടാണ് ഇതുകൊണ്ട് സമൂഹത്തിലെ കുറെ ആളുകൾ വീക്കാവും. അങ്ങനെ വീക്കാവുന്നതാണ് ഈ ഗവൺമെന്റിനും ഈ മേട്രിക്സിനും വേണ്ടത്. എന്നാലേ അവരുടെ കൺട്രോൾ നിൽക്കത്തുള്ളൂ. ഞാൻ മൊത്തത്തിൽ ഈ ഗേ ലെസ്ബിയൻസ് അവരെ എതിർക്കുമല്ല. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കുമെങ്കിൽ അങ്ങനെ ജീവിക്കാം. പക്ഷെ അതിപ്പം അവരുടെ ചിൽഡ്രൻസിലേക്കും ഈ പിള്ളേരിലേക്കും അവർ ചെയ്യുന്നുണ്ട്. ഈ പിള്ളേർ ഒരു പ്രായമാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിലേക്ക് ഏത് ജെൻഡറാണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിൽ അവരെ കൺഫ്യൂസ് ആക്കുന്നുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ് ഈ വളർന്നു വരുന്നവർക്ക്. ആളുകൾ ഇതിനേലും വീക്കാകത്തേ ഉള്ളൂ ഇനി ഫ്യൂച്ചറിൽ. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വലിയ വലിയ പുണ്യവാളന്മാരായിരിക്കും. പക്ഷെ അല്ല, ഇവരെന്തും ചെയ്യും. വേണേ ഒരു സമൂഹത്തെ മൊത്തത്തിൽ കൊന്നുവരെ കളയും. ഇൻ കേസ് ഈ മേട്രിക്സിനൊക്കെ ഈ ലോകത്തിൽ വലിയ വലിയ കൺട്രോൾസ് വന്ന ഇവർക്കെതിരെ എന്തെങ്കിലും സാധനം പൊങ്ങി വന്ന, ഇങ്ങനെ സാധനം ഇപ്പൊ സ്നോഡന്റെ സംഭവിച്ചില്ല, അതുപോലെയൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പൊങ്ങി വന്ന ഇതിനെ കവർ ചെയ്യാൻ വേണ്ടി, ഈ ന്യൂസിനെ കവർ ചെയ്യാൻ വേണ്ടി അവർ വേണേ ഒരു ജില്ല തന്നെ കത്തിക്കും. അത്രയ്ക്ക് പവർഫുൾ ആണ് അവർ, അത്രയ്ക്ക് കോൾഡ് ബ്ലഡഡുമാണ് അവർ. അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകാണ്ടിരിക്കാൻ അവർ എന്തും ചെയ്യും. ഇനി അവരെന്തുവാ ഫിയർ ചെയ്യുന്നത്? അവർക്ക് ആരെയാ പേടി? അവർക്ക് പേടിയുണ്ടെങ്കിൽ അത് ജനങ്ങളെ തന്നെയാണ്. നമുക്ക് എന്തുവാ ചെയ്യാൻ പറ്റുന്നത് അവരെ പേടിപ്പിക്കാൻ വേണ്ടി? നമ്മൾ മാക്സിമം ഹെൽത്തി ആവുക, മാക്സിമം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആവുക. ഞാൻ നേരത്തെ പൈസയുടെ കാര്യം പറഞ്ഞില്ല. ഇപ്പൊ പൈസ ഗവൺമെന്റ് പ്രിന്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ മേട്രിക്സിൽ നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് ഒരിക്കലും പൈസ മാറ്റാൻ പറ്റത്തില്ല. പൈസ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ മാക്സിമം പൈസ സമ്പാദിക്കാൻ നോക്കുക. പൈസ എങ്ങനെ സമ്പാദിക്കും? നമ്മൾ 9 to 5 ജോബിൽ ഇരുന്ന് നമുക്ക് ഒരിക്കലും ഈ മേട്രിക്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു ഇൻകം സ്ട്രീം നമുക്ക് ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ മേട്രിക്സിൽ നമുക്ക് പുറത്ത് ചാടാൻ പറ്റത്തുള്ളൂ. ഫാമിലി വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിള്ളേരെ ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ സ്കൂളൊക്കെ ഇപ്പം നല്ലതാണ്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഈ അമേരിക്കൻ സ്കൂളുകളിലെ പോലെ നമ്മുടെ കുട്ടികളെ ജെൻഡറൊക്കെ അവരെ കൺഫ്യൂസ് ആക്കാം. അങ്ങനെയൊക്കെ ഫ്യൂച്ചറിൽ ഇവിടെയും വരാം. അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ പിള്ളേർ വീണ്ടും വീക്കാത്തേ ഉള്ളൂ. അപ്പം പേരന്റിങ് പക്കയാക്കുക. കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കൂടെ കുറെ സമയം ചെലവഴിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പം ഒരു ലെവൽ വരെ നമുക്ക് ഈ മേട്രിക്സിന്റെ ഒരു വളയത്തിൽ നിന്ന് നമുക്ക് മാറിയിരിക്കാം. ഈ 9 to 5 ജോബൊക്കെ ഉള്ളതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ മാക്സിമം അതിൽ നിൽക്കുവാണെങ്കിൽ തന്നെ അതിൽ നിന്ന്, ഇപ്പൊ ഞാനും ഒരു 9 to 5 വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം മാക്സിമം നമ്മൾ അതിൽ നിന്ന് തന്നെ എന്തെങ്കിലും സൈഡ് ബിസിനസ്, സൈഡ് ഹസിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു ഇൻകം നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് അത് ബിൽഡ് ചെയ്ത് നമുക്ക് മാക്സിമം ഇതില്ലെങ്കിലും ഈ 9 to 5 ഇല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഇതിലെത്തുക. എന്നിട്ട് നമുക്ക് പതുക്കെ ചാടാൻ നോക്കുക.
ഇതേ നമുക്ക് വഴിയുള്ളൂ. ഈ മാട്രിക്സിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് ഈ മാട്രിക്സിനെ അടിച്ചിടാൻ പറ്റത്തില്ല. ഇപ്പൊ അമേരിക്കയിൽ ഇപ്പൊ ട്രംപ് ഒന്ന് ഇവരെയൊക്കെ മാറ്റുമെന്നൊക്കെ കേൾക്കുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കങ്ങനെ ഹോപ്പ് ചെയ്യാം ട്രംപ് ഇവരെയൊക്കെ ഒതുക്കുമെന്ന്. ഇനി വാട്ട് ഇഫ് ദർ ഈസ് നോ മാട്രിക്സ്? മാട്രിക്സ് ഇല്ലെന്ന് നമുക്ക് സങ്കല്പിച്ച് നോക്കാം. മാട്രിക്സ് ഇല്ലെങ്കിൽ എന്തുവാ? ഗവൺമെന്റ് ഒക്കെ പക്ക ഫെയർ ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ബിസിനസ്സും എല്ലാം പക്ക ഫെയർ ആയിട്ട് വർക്ക് ചെയ്യും. എല്ലാം ആദ്യം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നില്ല. ജനങ്ങളെ ഒന്നും വേണ്ടവരെ ഒന്ന് എടുത്താൽ മതി. ഫ്രീ സ്പീച്ചിന് കുറെ മുൻതൂക്കം കിട്ടുന്നുണ്ട്. ഈക്വാലിറ്റിക്കും സോഷ്യൽ വെൽഫെയറിനും എൻവയോൺമെന്റിനും ഇതെല്ലാത്തിനും നല്ലൊരു കാര്യമായിരിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? ലോകം ഒരു നല്ല വഴിയിലേക്ക് പോകും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർത്തെ, ഗ്രീഡ് എന്നൊരു വേർഡുണ്ട്. ഇതെല്ലാം പക്കയായിട്ട് പോകുമ്പം ആളുകൾക്ക് ഗ്രീഡ് വന്ന ഞാനിപ്പോ ഇൻ കേസ് ഈ മാട്രിക്സ് ഒന്നും ഇല്ല, ആരും കൺട്രോൾ ചെയ്യുന്നില്ല, ഷുഗറും ഈ ഹൈ കാർബും പിന്നെ ഈ സിഗരറ്റ്സും ആരെയും ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ വരുമ്പം ഞാനൊരു സിഗരറ്റ് കച്ചവടക്കാരനാണ്. എനിക്ക് സിഗരറ്റ് കച്ചവടം വളരെ കുറവാണ്. അപ്പം ഞാൻ എന്തോ ചെയ്യുന്നത്? എനിക്ക് ഗ്രീഡുണ്ട്. ഗ്രീഡ് എന്ന സാധനം ഇല്ലെങ്കിൽ അത് ഇപ്പോൾ ഉള്ള ഈ ലോകമില്ല. എനിക്ക് ഗ്രീഡുണ്ട്. ഉള്ളപ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നത്? എനിക്ക് ഉള്ള പൈസ കൊണ്ട് ഞാൻ ഈ ഫിലിംസിലൊക്കെ പ്രൊമോട്ട് ചെയ്യും. എൻ്റെ സിഗരറ്റ് ഞാൻ വലുതാക്കാൻ നോക്കും. ഈ സിഗരറ്റ് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഈ അൺഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതിനെ ഞാൻ എൻ്റെ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിക്ക് ഞാൻ പൈസ കൊടുത്ത് എൻ്റെ സിഗരറ്റിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യും. അപ്പം ഇതൊരു ബാഡ് ആസ് ലുക്കാന്ന് ആളുകൾ വിചാരിക്കും. ഇത് വീണ്ടും ആളുകൾ ഹെൽത്തി ഫുഡ് ചെയ്യുന്ന കുറെ ആളുകൾ ഇത് വലിച്ചു തുടങ്ങും. അപ്പം എനിക്ക് കുറെ കച്ചവടം കിട്ടും. അപ്പം അവൻ അങ്ങനെ ചെയ്തല്ലോ, അപ്പം നമുക്ക് അതോട്ട് പിടിച്ചിരിക്കാം ഈ ആൽക്കഹോൾ കമ്പനീസ് മതി. അങ്ങനെ വീണ്ടും ആ സിസ്റ്റത്തിൽ നിന്ന് ഒരു മാട്രിക്സ് ഡെവലപ്പ് ആവും. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ ലോകം ഒരു അടിപൊളി ഇപ്പൊ നിൽക്കുന്ന ഒരു അടിപൊളിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ 1980s എടുത്താലും 1990s എടുത്താലും അതിനേക്കാളൊക്കെ ഇപ്പൊ എത്ര ബെറ്റർ ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്, വാറും നമ്മുടെ സോഷ്യോ എക്കോണമി അതൊക്കെ വിട്. പക്ഷെ ബാക്കിയുള്ള ഡെവലപ്മെന്റ്, നമ്മൾ അന്ന് ഫോണില്ല, ഇന്ന് ഫോണുണ്ട്. അന്ന് കമ്പ്യൂട്ടർ ഇല്ല, ഇന്ന് കമ്പ്യൂട്ടർ ഉണ്ട്. നമുക്ക് ലൈഫൊക്കെ ഈസി ആയിട്ട് വരുവാണ്. അപ്പം ടെക്നോളജി വളരുന്നുണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടുന്നുണ്ട്, ലോകത്തിലെ പോവർട്ടി റേറ്റ് കുറയുന്നുണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും കാരണം ഗ്രീഡല്ലേ. അപ്പം ഗ്രീഡി നല്ല സത്യത്തിൽ ഈ മാട്രിക്സ് ഒക്കെ ഉണ്ടാകുന്നത്, ഒരു സിസ്റ്റം ഉണ്ടാകുന്നത്. ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ അതിൽ നല്ല ആളുകൾ ഇതിന്റെ വലിയ ഒരു ലെവലിലെ ഡെഫിനിഷൻ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മാട്രിക്സ് ഉള്ളതും നല്ലതാണ്, മാട്രിക്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടും നല്ലതല്ല. അപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നത്, ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വിദേശ വനിതേനെ, ഞാൻ പുള്ളിക്കായി എന്നാണ് അല്ലെ ഏറ്റവും കൂടുതൽ വിളിച്ചത്. ആ വീഡിയോയിൽ കുറെ പുള്ളിക്കായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിന് മുമ്പത്തെ വീഡിയോ ആണ്. അപ്പം അതില് കമന്റ് സെക്ഷനിൽ നിന്ന് കുറെ പുള്ളിക്കാരി 200 2000 പുള്ളിക്കാരിയൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത്. അപ്പൊ ആ സമയത്ത് വെറുതെ വന്നു പോയതാണ്. അപ്പം ആ പുള്ളിക്കാരി എനിക്ക് കുറെ ഇൻസൈറ്റ്സ് തന്നു ഈ മാട്രിക്സിനെ പറ്റിയും ഇതിനെ പറ്റിയൊക്കെ. 7 മിനിറ്റ് വീഡിയോ കണ്ടു നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പൊ അത്ര ഉള്ളു ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.